ഇന്നൊരു മീൻ കറി ഉണ്ടാക്കാം. മീൻ കറി എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു മീൻ കറിയല്ല, കുറച്ച് വ്യത്യസ്തമായ മീൻ കറിയാണ്. നമ്മുടെ ചാള തേങ്ങ അരച്ചു വെച്ചത്. അപ്പോൾ ചാള തേങ്ങ അരച്ചു വെച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ചാളയല്ല തേങ്ങ അരച്ചു വെക്കുന്നത്, ചെറിയ ചാളയാണ്. ചെറിയ ചാള തേങ്ങ അരച്ചു വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വലിയ ചാളയാണ് തേങ്ങ അരച്ചു വെക്കുന്നതെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്നത് ചെറിയ ചാളയിലാണ്. അപ്പോൾ ചെറിയ ചാളയുടെ ഉള്ളിലേക്കാണ് വേഗം തന്നെ മസാലകളൊക്കെ പിടിച്ചു വരുന്നത്. അപ്പോൾ ഈ ഒരു ചാള തേങ്ങ അരച്ച കറി നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. ഇത് വളരെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. നമ്മുടെ ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ്. നമ്മളിപ്പോ ചാള മല്ലിയും മുളകും എല്ലാം ചേർത്തിട്ട് തേങ്ങ അരച്ച് ആ രീതിയിൽ വെക്കാറുണ്ട്, അതുപോലെ ഈ രീതിയിൽ വെക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വെക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. അത് ഈ ചെറിയ ചാള അവൈലബിൾ ആകുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം, എപ്പോഴും ചെയ്യാറില്ല. ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്. നമ്മുടെ അമ്മൂമ്മമാര് മുതൽ ഇങ്ങനെ കൈമാറി വരുന്ന ഒരു റെസിപ്പിയാണിത്. കുറെ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഈ ഒരു റെസിപ്പി. കുറച്ച് ആളുകൾക്ക് ഇപ്പൊ കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതില് മല്ലിപ്പൊടി ഒന്നും ചേർക്കാതെയാണ് കേട്ടോ തേങ്ങ അരച്ചു വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ കറി തിളച്ചു പോകാൻ പാടില്ല. തിളച്ചു മറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ പിരിഞ്ഞതുപോലെ ആയി പോകും. അതുകൊണ്ടാണ് ഈ തിളച്ചു പോകാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ കുക്കിംഗ് ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അറിയാവുന്ന ആൾക്കാർ ഈ ഒരു പോർഷനൊക്കെ സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് 2-3 ഫോട്ടോകൾ കാണാം. അത് നമ്മുടെ സബ്സ്ക്രൈബറായ സൗമ്യക്കുട്ടി എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. സൗമ്യക്കുട്ടി എന്ന് പറഞ്ഞ ആളൊരു കുട്ടി തന്നെയാണ് കേട്ടോ. ഞാനിപ്പോ ഒരു അനിയത്തി കുട്ടിയെ പോലെയാണ് കാണുന്നത്. സൗമ്യയുടെ വീട് ഇവിടെ നോർത്ത് പറവൂരാണ്, എറണാകുളം ജില്ലയിൽ തന്നെയാണ്. പക്ഷെ ആളിപ്പോ ഇവിടെ ഇല്ല, മസ്കറ്റിലാണ് ഉള്ളത്. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ കുക്ക് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നുണ്ട്. ഇതിനു മുന്നേ ഒരു വീഡിയോയിലും ഞാൻ ഇതുപോലെ 2-3 ഫോട്ടോകൾ ഉൾപ്പെടുത്തിയിരുന്നു, നെയ്യപ്പത്തിന്റെയും അവലോസ് പൊടിയുടെയും ഉണ്ണിയപ്പത്തിന്റെയും ഒക്കെ. അപ്പൊ വീണ്ടും സൗമ്യ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ കുക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തരും, നമുക്കത് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ഈ ഫോട്ടോകൾ കണ്ടിട്ട് നിങ്ങൾ സൗമ്യക്ക് ഒന്ന് കമന്റ് ചെയ്യൂ. നമ്മൾ ചെയ്ത വീഡിയോ കണ്ടിട്ട് സൗമ്യ ഉണ്ടാക്കിയ ഈ റെസിപ്പികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം സൗമ്യക്ക് ഒന്ന് കമന്റ് ചെയ്യൂ. സൗമ്യ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ വീഡിയോയിൽ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2-2:30 ആകുമ്പോഴാണ് സൗമ്യയുടെ കമന്റ് വരാറുള്ളത്. ആ സമയത്താണ് ആള് ഫ്രീ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയമാകുമ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗമ്യയുടെ കമന്റ് കാണാം. അതിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൗമ്യക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ട്രഡീഷണൽ റെസിപ്പിയായ ചാള തേങ്ങ അരച്ചത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പൊ തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വറ്റൽ മുളക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്. അപ്പോൾ ഇത് 1 കപ്പ് തേങ്ങയാണ്, അതായത് അരമുറി തേങ്ങ. ചെറിയ തേങ്ങ ആയതുകൊണ്ട് അരമുറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1 കപ്പ്, നമ്മുടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1/4 കിലോ ചാളയ്ക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചാള ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചാളയാണ് ഈ തേങ്ങ അരച്ച് വയ്ക്കുന്നതിന് എടുക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യാൻ വാങ്ങിക്കുന്ന വലിയ ചാളയല്ല, ഇതുപോലെ ചെറിയ ചാളയാണെങ്കിൽ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ്. 3 പീസ് കുടംപുളി ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്, 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ചാള കുക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മളിപ്പോൾ ചാള കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുകയാണ്. പച്ചമുളക് ഇതുപോലെ 2ആയിട്ട് മുറിച്ചാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള പച്ചമുളക് വലിയ പച്ചമുളകായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ചാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. നമുക്ക് അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടും ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി, കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഒരുപാടങ്ങ് കൂടി പോരുതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കുടംപുളി ഉണ്ടല്ലോ, ഈ കുടംപുളി നമ്മൾ ഈ വെള്ളത്തോടു കൂടി തന്നെ ഈ ചട്ടിയിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് ചാള കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കുക. ഇതിനി നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്ക് ചാള ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് ചാള ചേർക്കാം. അപ്പോൾ നിങ്ങൾ ചെറിയ ചാള കിട്ടിയില്ല, വലിയ ചാളയാണ് കിട്ടുന്നതെങ്കിൽ ഒന്ന് 2 സൈഡിലും ഒന്ന് വരഞ്ഞു കൊടുക്കുക. ആ ചാളയുടെ ഉള്ളിലേക്ക് ഇതുപോലെ നമ്മുടെ
പുളിയും ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചാളയാണെങ്കിൽ വരേണ്ട ആവശ്യമില്ല. ഇതിനിവിടെ ഇരുന്ന് തിളച്ച് കുക്കാവട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. നമുക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മളിപ്പോൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ എടുക്കുക. അപ്പോൾ തേങ്ങ അരച്ച കറികൾക്കാണ് നമ്മൾ ഇതുപോലെ കൂടുതൽ തേങ്ങ ചേർക്കുന്നത്. അല്ലാതെ നമ്മൾ ഓറഞ്ച് കളറിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അരച്ചുണ്ടാക്കുന്ന മീൻ കറിയിൽ നമ്മൾ ഇതുപോലെ തേങ്ങ ചേർക്കില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അധികം ആവണ്ട, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിയുടെ കളറ് മാറിപ്പോവും. അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് അരഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും ചേർക്കുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അതിന് ശേഷം ഏത് സ്റ്റേജിലാണ് ഉള്ളിയും കറിവേപ്പിലയും ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ തേങ്ങ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ട് അരയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് അരഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 2 ഉള്ളി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 3-4 ഇതിൽ കറിവേപ്പില ചേർക്കുക. ഇതിപ്പോൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് അരഞ്ഞ് ചേരേണ്ട ആവശ്യമില്ല. തേങ്ങ ഒരുവിധം അരഞ്ഞ് കഴിയുമ്പോൾ മാത്രം നമ്മൾ ഇതുപോലെ ഉള്ളിയും കറിവേപ്പിലയും ചേർക്കുക. ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും ടേസ്റ്റ് നമ്മുടെ കറിക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഓവറായിട്ട് കറിവേപ്പിലയുടെ ടേസ്റ്റും ഉള്ളിയുടെ ടേസ്റ്റും വരണ്ട. അതുകൊണ്ടാണ് നമ്മളൊന്ന് ഫൈനായിട്ട് അല്ലാതെ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചാള കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി അരപ്പൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ ചാള കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഇളക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാള പൊടിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ കറിയിൽ കാണാൻ ആ മുള്ള മാത്രമേ ഉണ്ടാവുള്ളൂ, ചാള നന്നായിട്ട് മിക്സായിട്ട്. ഞാനിതൊന്ന് ചുറ്റിച്ചെടുക്കട്ടെ, കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട്. ചട്ടി ഒന്ന് പതുക്കെ ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കാതെ നമ്മൾ പതുക്കെ ഒന്ന് ഈ അരപ്പൊന്ന് ചൂടായി വരുന്നത് വരെ ഇങ്ങനെ പതുക്കെ കുറച്ച് അരപ്പായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അരപ്പ് നന്നായിട്ട് തിളയ്ക്കില്ല, നന്നായിട്ട് ചൂടായി ആവി വരും. അപ്പോൾ നമ്മുടെ സാധാരണ തേങ്ങ അരച്ച കറികൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തേങ്ങ അരച്ച കറികൾ അധികം തിളപ്പിക്കില്ലല്ലോ. ഇതുപോലെ ഒന്ന് ആവി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് ഇളക്കരുത്. ഓവറായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഏത് മീനാണെങ്കിലും, ചാള തന്നെയല്ല ഏത് മീനാണെങ്കിലും പൊടിഞ്ഞു പോവും. പിന്നെ ഗ്രേവി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയും എല്ലാം ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഞാൻ ഇളക്കുന്നത് കണ്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമുക്കതൊരു ശീലമായാൽ മാത്രമേ നമുക്ക് മീൻ ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇളക്കാൻ പറ്റുള്ളൂ. എല്ലാ മീനുകളും നമ്മൾ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇളക്കാറില്ല. അപ്പോൾ ഈ ഒരു തേങ്ങ അരച്ച കറിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അരപ്പ് ചേർത്തിട്ട് തിളപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കറിയിൽ നമ്മൾ അരപ്പ് ചേർത്തിട്ട് തിളപ്പിക്കില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ആവി ഒന്ന് തുടങ്ങുന്നുണ്ട്. ഇനി ഈ ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് നമ്മുടെ ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കറി ഒന്നുകൂടി കുക്കാവും. അരപ്പ് നന്നായിട്ട് കുക്കായിക്കോളും. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലോ മറ്റുള്ള പാത്രങ്ങളിലോ ആണ് വയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കുക്കാവില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ആവി നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പിഞ്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ മീൻ ഏത് റെസിപ്പി ചെയ്താലും മീൻ റെസിപ്പികളെല്ലാം ചെയ്യുമ്പോൾ ഒരു പിഞ്ച് ഉലുവപ്പൊടി ചേർക്കാറുണ്ട്. അത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് അത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മാത്രം ചേർക്കുക. ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വറവ് ചേർക്കുമ്പോൾ ഉലുവ ചേർത്താലും മതി. ഞാനിപ്പോൾ വറവ് ചേർക്കുമ്പോൾ ഉലുവ ചേർക്കുന്നില്ല.
ഉലുവ പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും കറി നന്നായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചൂട് കുറയുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കറി തിളച്ച് തേങ്ങ പിരിഞ്ഞു പോവും. അപ്പോൾ ഇതൊരു അത്യാവശ്യം ലൂസായിട്ടുള്ള ഗ്രേവിയാണ്, ഒരുപാട് തിക്കായിട്ടുള്ള ഗ്രേവി അല്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ കറിയുടെ ചൂടൊന്ന് മാറി വരുമ്പോൾ ഇത് കുറുകി വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ട് തന്നെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉലുവപ്പൊടി ചേർക്കട്ടെ. അപ്പോൾ 1 പിഞ്ച് ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1/4 കിലോ മീനല്ലേ എടുത്തുള്ളൂ, അതുകൊണ്ട് 1 പിഞ്ച് മതി. ഇല്ലെങ്കിൽ 2 പിഞ്ച് വരെ ചേർക്കാം. കൂടുതൽ മീൻ എടുക്കുകയാണെങ്കിൽ അതിലും കൂടി പോരുത്, കയ്പ്പ് വരും. ഇനി നമുക്ക് വറവ് റെഡിയാക്കാം ഇതിലേക്കായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വറവിടാനുള്ള പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തത് ചേർക്കാം. അപ്പോൾ ഇതുപോലെ തേങ്ങ അരയ്ക്കുന്ന കറികളിൽ നമ്മൾ കുറച്ച് കടുക് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ കറി കാണാൻ ഭംഗി ഉണ്ടാവും. ആ ഒരു ഭംഗി നമ്മുടെ കറിക്ക് ടേസ്റ്റും കൂട്ടും. എന്താണെന്ന് വെച്ചാൽ ചില കറികൾ നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നമ്മുടെ പുളിശ്ശേരി പോലെയുള്ള റെസിപ്പികളൊക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫൈനൽ നമ്മൾ ഇതുപോലെ കടുക് വറുത്ത് ചേർക്കുന്നതിൻ്റെ ഭംഗിയിലാണ് ആ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതിനൊരു പ്രത്യേക സുഖം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കടുക് ചേർക്കുക എന്ന് പ്രത്യേകം പറയുന്നത്. കടുക് കൂടുതൽ ചേർക്കേണ്ട റെസിപ്പീസിൽ കൂടുതൽ തന്നെ ചേർക്കാം. അപ്പോൾ ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിയിലേക്ക് ചേർക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ വറവ് ചേർത്തതൊന്ന് കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ തേങ്ങ അരച്ച കറികൾ മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകരുത്. അതുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാള തേങ്ങ അരച്ചത് റെഡി ആയി കഴിഞ്ഞു. ഒന്ന് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു മീൻ കറി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, മീൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് ഇതൊന്നിപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. അതിനുശേഷം ചൂട് കംപ്ലീറ്റ് മാറി കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ആ പുളിയൊക്കെ ഒന്ന് മീനിലേക്ക് പിടിക്കാനുള്ള സമയമാണ് നമ്മൾ കുറച്ച് സമയം ഇതുപോലെ വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.